എല്ലാവർക്കും എക്കണോമിക്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ഫെബ്രുവരി നടന്ന +2 എക്കണോമിക്സിൻ്റെ ആൻസറാണ്. ആദ്യത്തെ 10 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതം. ആൻസർ ഇനി 8 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 10. ഈച്ച് ക്യാരീസ് 1 സ്കോർ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ജെഎം കെയ്ൻസ്, ജെ.ബി. സേ, ആഡം സ്മിത്ത്, അമർത്യ സെൻ. ദ ഫൗണ്ടിംഗ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. ജെഎം കെയ്ൻസ്, ജെ.ബി. സേ, ആഡം സ്മിത്ത്, അമർത്യ സെൻ. ഈ എല്ലാ സാമ്പത്തിക ശാസ്ത്രന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന് പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പൂരക വസ്തുക്കൾക്ക് ഉദാഹരണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാമ്പിൾ ഫോർ കോംപ്ലിമെന്ററി ഗുഡ്സ്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും കോംപ്ലിമെന്ററി ഗുഡും പഠിച്ചിട്ടുണ്ട്. പ്രതിസ്ഥാപന വസ്തുക്കളും പൂരക വസ്തുക്കളും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒന്നിനു പകരം നമുക്ക് മറ്റൊരു വസ്തു ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ കോംപ്ലിമെന്ററി ഗുഡ് അഥവാ പൂരക വസ്തു എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊന്നിന്റെ സഹായം കൂടിയേ തീരുകയുള്ളൂ. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചായയും കാപ്പിയും, ടീ ആൻഡ് കോഫി. പേനയും മഷിയും, പെൻ ആൻഡ് ഇങ്ക്. പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും, പ്രൈവറ്റ് ബസ് ആൻഡ് KSRTC ബസ്. ഷൂവും ചെരുപ്പും, ഷൂ ആൻഡ് ചപ്പൽസ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ ചായയും കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായക്ക് പകരം നമുക്ക് കാപ്പി ഉപയോഗിക്കാം. ഓപ്ഷൻ ബി, പേനയും മഷിയും. പേന ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മഷിയുടെ സഹായം കൂടിയേ തീരുകയുള്ളൂ. അതുകൊണ്ട് ഇതൊരു കോംപ്ലിമെന്ററി ഗുഡ് ആണ്. പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും, പ്രൈവറ്റ് ബസ്സിന് പകരം നമുക്ക് KSRTC ബസ് ആണെങ്കിൽ ഉപയോഗിക്കാം. ഷൂവും ചെരുപ്പും, ഷൂവിന് പകരം നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാം. ഇവിടെ പറഞ്ഞുള്ള എന്താണ്? പൂരക വസ്തു അഥവാ കോംപ്ലിമെന്ററി ഗുഡ്സിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? പേനയും മഷിയും, പെൻ ആൻഡ് ഇങ്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഉൽപാദന പ്രക്രിയയിൽ ഉൽപാദക യൂണിറ്റ് ഉപയോഗിക്കുന്ന നിവേശങ്ങളെ അഥവാ ഇൻപുട്ടിനെ പറയുന്ന പേര്. The inputs that a firm uses in the production process are called. ഉൽപാദക ധർമ്മം, പ്രൊഡക്ഷൻ ഫംഗ്ഷന്, ഉൽപാദക ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്, യൂട്ടിലിറ്റി, ഉപയോക്തത, ഉപഭോഗം, കൺസപ്ഷന്. ഒരു ഉൽപാദന പ്രക്രിയയിൽ ഉൽപാദക യൂണിറ്റ് ഉപയോഗിക്കുന്ന നിവേശങ്ങളെ പറയുന്ന പേര്. അതായത് ഒരു ഉൽപാദക സ്ഥാപനം അവര് ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന നിവേശങ്ങളെ നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്താണ്? ഉൽപാദക ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ആ ഉൽപാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ ഉൽപാദക ഘടകങ്ങൾ എന്ന് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നിസ്സംഗത വക്രത്തിന്റെ ചെരിവ്. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം എ, വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്ക്, റൈറ്റ് ടു ലെഫ്റ്റ്. എക്സ് അക്ഷത്തിന് സമാന്തരം, പാരലൽ ടു എക്സ് ആക്സിസ്. ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക്, ലെഫ്റ്റ് ടു റൈറ്റ്. ലംബ രൂപേണ, വെർട്ടിക്കൽ ഷേപ്പ്. നമ്മൾ നിസ്സംഗത വക്രം അഥവാ ഇൻഡിഫറൻസ് കർവ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് ഒരു നിസ്സംഗത വക്രം അഥവാ ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുക? ഇതാണ് ഒരു നിസ്സംഗത വക്രം അഥവാ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാല്. ഇപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞുള്ളത് നിസ്സംഗത വക്രത്തിന്റെ ചെരിവ് എങ്ങനെയായിരിക്കും? ഇവിടെ ഏതാണ്? ഇടതുവശം അല്ലെ? ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് ചെരിഞ്ഞിറങ്ങുന്ന കർവായിരിക്കും. അതായത് ലെഫ്റ്റ് ടു റൈറ്റ്, ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക്. ഇതാണ് ഇടതുവശം അല്ലെ? ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് ചെരിഞ്ഞിറങ്ങുന്ന ഒരു കർവിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഡിഫറൻസ് കർവ് അഥവാ നിസ്സംഗതാ വക്രം എന്ന് പറയുന്നത്. അപ്പം ആൻസർ ഏതാണ്? ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക്, ലെഫ്റ്റ് ടു റൈറ്റ്. 5, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കിന്റെ പേര്. ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും നമുക്കൊരു ഓപ്ഷൻ നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കേരള ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്. ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBI ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കിന്റെ പേര്. അപ്പം 5 വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 6ാമത്തെ ക്വസ്റ്റ്യൻ, കച്ചവടത്തിലെ സാധന സേവനങ്ങളുടെയും മാറ്റ അടവുകളുടെയും റെക്കോർഡായി സൂക്ഷിക്കുന്നത്. ദ റെക്കോർഡ് ഓഫ് ദ ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഈസ് നോൺ ആസ്. മൂലധന അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, നിക്ഷേപം, ഇൻവെസ്റ്റ്മെന്റ്, അടവ് സിസ്റ്റം, ബാലൻസ് ഓഫ് പേയ്മെന്റ്, കറന്റ് അക്കൗണ്ട്. ഇതിലേതാണ് കച്ചവടത്തിലെ സാധന സേവനങ്ങളുടെയും മാറ്റ അടവുകളുടെയും റെക്കോർഡായി സൂക്ഷിക്കുന്നത്?
ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാവുള്ളൂ. ഒന്ന് ഏതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് കറന്റ് അക്കൗണ്ട്. മൂലധന അക്കൗണ്ടും കറന്റ് അക്കൗണ്ട് ആണ് ഏതിലാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇവിടെ ഏതാണ് കറന്റ് അക്കൗണ്ട് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 7 ബാങ്കിലെ നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം പണത്തിന്റെ രൂപത്തിൽ സൂക്ഷിക്കുന്നതാണ്. പെർസെന്റേജ് ഓഫ് ഡെപ്പോസിറ്റ് വിച്ച് എ ബാങ്ക് മസ്റ്റ് കീപ് ആസ് ക്യാഷ് റിസർവ്സ് വിത്തിൻ ദ ബാങ്ക് ഈസ്. ഏതൊക്കെയാണ്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, നിയമാനുസൃത ദ്രവത്വ അനുപാതം, കരുതൽ ധനാനുപാതം, ക്യാഷ് റിസർവ് റേഷ്യോ, ക്രെഡിറ്റ് സൃഷ്ടിക്കൽ, ക്രെഡിറ്റ് ക്രിയേഷൻസ്, ബാലൻസ് ഷീറ്റ്. അപ്പം ഏതാണ്? എല്ലാ ബാങ്കുകളും, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ബാങ്കുകളുണ്ട്. എല്ലാ ബാങ്കുകളും ഒരു നിശ്ചിത എമൗണ്ട് എന്താണ് പണത്തിന്റെ രൂപത്തിൽ സൂക്ഷിക്കും. അതിനാണ് നമ്മൾ പറയുന്ന പേരെന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ കരുതൽ ധനാനുപാതം എന്ന് പറഞ്ഞാൽ. 8 ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തുക. ഫൈൻഡ് ദ ഓർഡർഡ് വൺ. തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ് അലവൻസ്. ഇവിടെ തൊഴിലില്ലായ്മ എന്ന് മാത്രം കൊടുത്തുള്ളൂ. തൊഴിലില്ലായ്മ വേതനം വലിയ എന്താണ്? തൊഴിലില്ലായ്മക്ക് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യം കിട്ടാറുണ്ട്. അപ്പം അത് ഇംഗ്ലീഷിൽ അൺഎംപ്ലോയ്മെന്റ് അലവൻസ് എന്ന് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. താങ്ങുവില, പ്രൈസ് സപ്പോർട്ട്, വാർദ്ധക്യകാല പെൻഷൻ, ഓൾഡ് ഏജ് പെൻഷന്, സ്കോളർഷിപ്പ്. ഇതിൽ ഏതായിരിക്കും ഒറ്റപ്പെട്ടതിനെ കണ്ടെത്താൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇവിടെ തൊഴിലില്ലായ്മ വേതനവും വാർദ്ധക്യകാല പെൻഷനും സ്കോളർഷിപ്പും ഒക്കെ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളാണ്. ഇതിൽ ഏതാണ് ഒറ്റപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളത്? താങ്ങുവില അഥവാ പ്രൈസ് സപ്പോർട്ട്. നമ്മൾ വിലപരിധിയും താങ്ങുവില അല്ലെങ്കിൽ തറവിലയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഗവൺമെന്റിൽ നിന്ന് കർഷകർക്ക് കിട്ടുന്ന ആനുകൂല്യമാണ്. അപ്പം ഇവിടെ എന്താണ്? ബാക്കിയൊക്കെ ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾക്ക് എന്താണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആനുകൂല്യത്തെയാണ് നമ്മൾ എന്ത് പറയാ ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏതാണ്? താങ്ങുവില മാത്രമാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ശരിയായത് തെരഞ്ഞെടുക്കുക. GNP ഈക്വൽ ടു GDP മൈനസ് വിദേശ അറ്റ വരുമാനം, നെറ്റ് ഫാക്ചർ ഇൻകം ഫ്രം അബ്രോഡ്. GNP ഈക്വൽ ടു GDP മൈനസ് തേയ്മാനം, GDP മൈനസ് ഡിപ്രിസിയേഷന്. GNP ഈക്വൽ ടു GDP പ്ലസ് തേയ്മാനം, GDP പ്ലസ് ഡിപ്രിസിയേഷന്. GNP ഈക്വൽ ടു GDP പ്ലസ് വിദേശ അറ്റ വരുമാനം, നെറ്റ് ഫാക്ചർ ഇൻകം ഫ്രം അബ്രോഡ്, വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം. ഇവിടെ GNP കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? GDPയോട് കൂടി വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം, നെറ്റ് ഫാക്ചർ ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനം നമുക്ക് കിട്ടുന്നതാണ്. GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്തുള്ള വരുമാനം. ആഭ്യന്തര പ്രദേശത്തുള്ള വരുമാനത്തോടു കൂടി വിദേശത്തുള്ള വരുമാനം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GNP. അതായത് ഒരു രാജ്യത്തിന്റെ മൊത്തം ദേശീയ വരുമാനം നമുക്ക് കിട്ടുന്നതാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വ്യവസായ യൂണിറ്റ് പ്രധാന വക്രത്തിലെ സാധാരണ ലാഭം നേടുന്ന പോയിന്റ് ആണ്. ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഇവൻ പോയിന്റ്, സാധാരണ ലാഭം, അസാധാരണ ലാഭം. ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഇവൻ പോയിന്റ്, നോർമൽ പ്രോഫിറ്റ്, അബ്നോർമൽ പ്രോഫിറ്റ്. ലാഭനഷ്ടരഹിത ബിന്ദു എന്ന് പറയും. ബ്രേക്ക് ഇവൻ പോയിന്റ്, ലാഭവും ഇല്ല എന്നാലൊക്കെ അധികമായിട്ട് നഷ്ടമില്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയാം? ബ്രേക്ക് ഇവൻ പോയിന്റ് അഥവാ ലാഭനഷ്ടരഹിത ബിന്ദു എന്ന് പറഞ്ഞാല്. 10ാമത്തെ ഏതാണ്? ബി ആണ്. ബ്രേക്ക് ഇവൻ പോയിന്റ്. ഒരു വ്യവസായ യൂണിറ്റ് പ്രധാന വക്രത്തിലെ സാധാരണ ലാഭം നേടുന്ന പോയിന്റ് ഏതാണ്? ബ്രേക്ക് ഇവൻ പോയിന്റ് അഥവാ ലാഭനഷ്ടരഹിത ബിന്ദു എന്ന് പറയും. അപ്പൊ 10ാമത്താണ് ആൻസർ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. പ്രധാനമായിട്ടുള്ള കാരണം മോഡൽ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വിശദീകരിച്ച് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ നമ്മൾ ഓരോ പാർട്ടുകളായിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്.